ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കരിമീൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലൊരു റെസിപ്പി ഇട്ടിരുന്നു, എല്ലാവരും കണ്ടു നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. ഞാനിവിടെ കരിമീൻ പൊള്ളിച്ചാണ് എടുക്കുന്നത്. അതിനാവശ്യമുള്ള മസാലകൾ ചേർത്ത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറുനാരങ്ങ കൂടെ പകുതി ഭാഗം അതിൻ്റെ നീരും കൂടെ ചേർക്കാവേ. ഇത് ഇത്രയും മസാലകൾ ചേർത്ത് മീനിലേക്ക് നന്നായിട്ട് പുരട്ടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഒരടുപ്പത്തേക്ക് ചീനിച്ചട്ടി ചൂടാകാൻ വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാമേ. തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് 2 കറിവേപ്പിലയും 1/2 കപ്പ് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർക്കാം. ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞതും കൂടി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അതും നന്നായി വഴറ്റിയെടുത്താവേ. എല്ലാം കൂടെ നന്നായി വഴന്ന് വന്ന ശേഷം അതിലേക്ക് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് അതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അത് തേങ്ങാപ്പാലിൽ കുറച്ച് നേരം തിളച്ച് നന്നായിട്ട് കുറുകി വരണം. ഈ സമയത്ത് അതിനകത്ത് ഉപ്പുണ്ടോ നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഒരു വാഴയില നന്നായി വാട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് മസാലയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനും പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് മസാലയും 2 തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി പൊതിഞ്ഞ് കെട്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 2 സൈഡും പൊള്ളിച്ചെടുക്കാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കാവേ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ.